രാമായണ പുണ്യവുമായി വീണ്ടും ഒരു കർക്കിടകം കടന്നു വന്നു. ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും പര്യായമായ ശ്രീരാമസ്വാമിയെയും സഹോദരങ്ങളെയും കണ്ടുവണങ്ങി നാലമ്പല ദർശന പുണ്യം നേടാൻ ഒരു രാമായണ മാസം കൂടി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് നാലമ്പല ദർശന പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ. നാലമ്പലങ്ങളിലെ ക്ഷേത്ര വിഗ്രഹങ്ങൾ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണ്. നാലു ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് ദ്വാരകപുരിയിൽ നാലിടത്തും ദശരഥപുത്രന്മാർക്കായി ക്ഷേത്രങ്ങൾ പണിതിരുന്നു. കിഴക്കേ അറ്റത്തെ രൈവതക പർവ്വതമുള്ള ക്ഷേത്രത്തിൽ ശ്രീരാമനെയും, വടക്കേ അറ്റത്തെ വേണുമന്ദ പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ഭരതനെയും, പടിഞ്ഞാറേ അറ്റത്തെ സുരക്ഷ പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ലക്ഷ്മണനെയും, തെക്കേ അറ്റത്തെ ലതാവേഷ്ട പർവ്വതത്തിൽ ശത്രുഘ്നെയും പ്രതിഷ്ഠിച്ചിരുന്നു. കൂടാതെ ദ്വാരകാപുരിയുടെ ഒത്ത നടുക്ക് ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ടായിരുന്നു. അവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർവികർ 3 ജന്മങ്ങളിൽ പൂജിച്ചിരുന്ന അതിദിവ്യമായ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമായിരുന്നു. ദിവസവും രാവിലെ പത്നിമാരായ രുക്മിണി ദേവിക്കും സത്യഭാമാദേവിക്കുമൊപ്പം ഭഗവാൻ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വന്നു. ദ്വാപര യുഗാന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിനെ തുടർന്ന് ദ്വാരക കടലടിച്ചുപോയി. ആ മഹാപ്രളയത്തിൽ അവശേഷിച്ചത് ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയ 5 ദിവ്യ വിഗ്രഹങ്ങൾ മാത്രമാണ്. അവയിലെ മഹാവിഷ്ണു വിഗ്രഹം കലിയുഗാരംഭത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠിച്ചിടം പിന്നീട് ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായി. എന്നാൽ ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങൾ പിന്നെയും ഒരുപാട് കാലം കടലിനടിയിൽ തന്നെ കിടന്നു. പിന്നീട് കേരളത്തിലെ ചേറ്റുവ ദേശത്തിനടുത്തുള്ള മുക്കുവന്മാരുടെ വലകളിൽ ഈ വിഗ്രഹങ്ങൾ കിട്ടുകയും അവർ ഈ വിഗ്രഹങ്ങൾ നാട്ടിലെ പ്രമാണിയായിരുന്ന വാക്കിൽ കൈമളയെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് പ്രശ്നം വെച്ചു നോക്കിയപ്പോൾ അവ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയ ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് അദ്ദേഹം മന്ത്രശക്തി ഉപയോഗിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് 4 പ്രാവുകളെ സൃഷ്ടിക്കുകയും അവ ചെന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതാത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാനും ഉത്തരവിട്ടു. ശ്രീരാമ വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് ചെന്നിരുന്നത് കരിവന്നൂർ പുഴയുടെ കൈവഴിയായ തൃപ്രയാർ തീരത്താണ്. ഭരത വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് പുലിപനി തീർത്ഥക്കരയിലെ കൂടൽമാണിക്യത്തും, ലക്ഷ്മണ വിഗ്രഹത്തിലെ പ്രാവ് ചാലക്കുടി പുഴയുടെ തീരത്തും തിരുമൂഴിക്കുളത്തും, ശത്രുഘ്ന വിഗ്രഹത്തിലെ പ്രാവ് കൂടൽമാണിക്യത്തിനടുത്ത് പായുമ്മലിലും ചെന്നിരുന്നു. ഇവിടങ്ങളിലെല്ലാം തുടർന്ന് 4 മഹാക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് ഈ ക്ഷേത്രങ്ങളിൽ തൊഴുതു വരുന്നത് മഹാപുണ്യമായി വിശ്വസിക്കുന്നു. നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി ആദ്യം ദർശനം നടത്തേണ്ടത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. പിന്നീട് ഭരത ക്ഷേത്രത്തിലും, പിന്നീട് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലും, പിന്നീട് പായമ്മൽ ശത്രുഘ്നസ്വാമിയുടെ അടുത്തും ദർശനം നടത്തേണ്ടതാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന അമാനുഷിക വിഗ്രഹങ്ങൾ ദർശിക്കുവാൻ കഴിയുന്നു എന്നതാണ് നാലമ്പല ദർശനത്തിന്റെ മുഖ്യ സവിശേഷതയും ആകർഷണവും.